ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. ശ്രീനാരായണ ഗുരുദേവന് നമസ്കാരം. നാരായണ ഗുരുദേവൻ രചിച്ച ഏറ്റവും ലളിതമായ കൃതിയായ ദൈവദശകം ഒരു സർവമത പ്രാർത്ഥനയാണെന്ന് പറയാം. എല്ലാ തരത്തിലുള്ള എല്ലാ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് എല്ലാവർക്കും ഭഗവാനെ, ദൈവമേ, ഈശ്വര എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കൃതിയാണ്, അല്ലെങ്കിൽ ഒരു ഈശ്വര പ്രാർത്ഥനയാണെന്ന് പറയാം. അത്രയും ലളിതമാണ്, എന്നാൽ അതിബൃഹത്തായിട്ടുള്ള തത്വങ്ങൾ, അതിമഹത്തരമായിട്ടുള്ള തത്വങ്ങൾ അടക്കം ചെയ്തു വച്ചിരിക്കുന്ന ആ ഒരു 10 പദ്യങ്ങളടങ്ങിയ ദശകം എന്ന് അതുകൊണ്ടാണ് പറയുന്നത് ദൈവദശകം. അത് നിത്യേന ചൊല്ലുന്നത് നമുക്ക് നിത്യേന നമ്മുടെ പാരായണങ്ങളിൽ അത് ഉൾപ്പെടുത്താം. ഭഗവാനോട് നമ്മൾ നമ്മുടെ ആ ഒരു കൃതജ്ഞതയും എല്ലാം രേഖപ്പെടുത്തുന്ന ഈ ഒരു ഭാഗം, അതൊന്ന് 4ാമത്തെ പദ്യമാണ് ഞാനിന്ന് നമ്മൾ അതിൻ്റെ വരികളൊക്കെ ഒന്ന് നോക്കാം. ഗുരുദേവന് നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. അപ്പോൾ ഇവിടെ ശരിക്കും പറയുന്നത് ഒരു ഉത്തമ ഭക്തി എന്താണ് എന്നുള്ളതാണ്. നമ്മൾ നാരായണീയത്തിലും ഭാഗവതത്തിലൊക്കെ ഭക്തി 4 വിധം, ഭക്തന്മാർ 4 വിധം, ഭക്തി 3 വിധം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഉത്തമ ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഉത്തമ ഭക്തി എന്ന് പറയുമ്പോൾ ആ നാമത്തിൽ ലയിച്ചുകൊണ്ട് ഞാനും ഭഗവാനും വേറെ അല്ല എന്നുള്ള ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് അതിന് ഉത്തമ ഭക്തി എന്ന് പറയുക. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതൊക്കെ അതിന് ആ ഭക്തിയുടെ ഒരു ആദ്യത്തെ പടിയാണ്. അതായത് പ്രാകൃത ഭക്തി, മധ്യമ ഭക്തി എന്നൊക്കെ, അങ്ങനെ പിന്നെ ഉത്തമ ഭക്തി, അങ്ങനെ 3 ഭക്തി 3 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്, അതിനെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർ അതൊക്കെ വായിക്കുക. പിന്നെ അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ ഈ ജഗത്ത്, ഈ പ്രപഞ്ചവും ഭഗവാനും ഞാനും, ഇതിൽ വ്യത്യാസമില്ല. നമ്മൾ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതൊന്നും അറിയാതെ നമ്മൾ സ്വയം ഞാൻ എന്തെല്ലാമോ നേടി എന്നുള്ള നമ്മുടെ അഹങ്കാരത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലതും ബുദ്ധിമുട്ടുകൾ ഈ ലോകത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ ഉപനിഷത്ത് തത്വമാണ് ഇവിടെ നാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഭക്തിയുടെ 4 ഭാവങ്ങൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സാലോക്യ, സാമീപ്യ, സാരൂപ്യ, സായുജ്യ, അങ്ങനെ 4 ഭാവങ്ങളാണ്. അതായത് സാലോക്യം എന്ന് പറയുമ്പോൾ ആ ഒരു ഭക്തൻ ആ പ്രതിമയും ഒക്കെ നോക്കി ആ ഒരു ഭഗവാന്റെ ആ ഒരു ലോകത്ത്, അതിൻ്റെ അടുത്തായി ആ ലോകത്തിലിരിക്കുമ്പോൾ അതാണ് സാലോക്യ ഭാവം ഭക്തിയുടെ. ഇനി ഭക്തൻ ഭഗവാന്റെ അടുത്ത്, സാമീപ്യം, അതാണ് സാമീപ്യ. ഭഗവാന്റെ അടുത്ത് കഴിയുമ്പോൾ അതാണ് സാമീപ്യ ഭാവം. പിന്നെ അതിൽ ഭഗവാന്റെ രൂപം തന്നെ നമ്മളെടുത്തുകൊണ്ട് ആ ഭഗവാന്റെ അലങ്കാരങ്ങളൊക്കെ നമ്മളെടുത്ത് അങ്ങനെ ഭഗവാന്റെ രൂപം എടുത്തിട്ടുള്ള ആ ഭാവത്തിനെയാണ്, ആ ഭക്തിയുടെ ഭാവത്തിനെയാണ് സാരൂപ്യ ഭാവം എന്ന് പറയുക. എന്നാൽ സായുജ്യ ഭാവം, ഭക്തിയുടെ ആ ഭാവം എന്ന് പറയുന്നത് ഞാനും ഭഗവാനും ഒന്ന് എന്നുള്ള നമ്മുടെ മനസ്സിലെ ആ ഒരു ചിന്തയിലേക്ക് വരുമ്പോഴാണ്
സായുജ്യഭാവം ഭക്തിയുടെ. അപ്പോൾ ഭഗവാൻ തൻ്റെ ഉള്ളിലാണ് എന്ന് തിരിച്ചറിയുന്ന ഭക്തന് ലഭിക്കുന്ന ആ ഒരു ഭാവമാണ് സായുജ്യം. അപ്പോൾ നമുക്ക് നേടേണ്ടത് ആ സായുജ്യ ഭാവത്തിലാണ്. അപ്പോൾ ആദ്യം തൊട്ടുള്ള ആ 4 പടികളിലൂടെയാണ് ഈ ഒരു ഭാവത്തിലേക്ക് എത്തുക. അതാണ് സാലോക്യ, സാമീപ്യ, സാരൂപ്യ, എന്നിട്ട് സായുജ്യം നേടുന്ന ആ ഒരു ഭക്തിയുടെ ഭാവത്തിലേക്ക് എത്തിച്ചേരും. അപ്പം നമ്മളിപ്പോൾ ഒരു ഉപ്പ് പരൽ പിന്നെ നമ്മൾ സമുദ്രത്തിലിട്ടാൽ അത് ആ പരൽ കുറച്ച് കഴിയുമ്പോൾ കാണുമോ ആ ഒരു ഉപ്പിൻ്റെ ഒരു കട്ട, ഒരു ക്രിസ്റ്റൽ നമ്മളൊരു സമുദ്രത്തിലേക്ക് ഇടുകയാണെന്ന് വിചാരിക്കുക. സമുദ്രം എന്ന് പറയുന്നത് ഈ ഉപ്പ് വളരെ വേഗം അതിൽ അലിഞ്ഞു ചേരും. അപ്പോൾ അതുപോലെ നമ്മൾ ആ ഭഗവാനിൽ എങ്ങനെയാണ് അലിഞ്ഞു ചേരേണ്ടത് എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പം ആ ഒരു ലയിച്ച് ചേരുന്ന ഒരവസ്ഥ. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂണ് പിന്നെ പാലൊഴിച്ചാൽ നമുക്ക് ആ പാലിനെ നമ്മൾ ഒഴിക്കുന്ന ആ ഭാവത്തിൽ നമുക്ക് കിട്ടുമോ? തിരിച്ചു കിട്ടുമോ? ഇല്ല. കാരണം ആ പാല് ആ വെള്ളത്തിൽ അലിഞ്ഞ് അത് ഏതാണ് വെള്ളം ഏതാണ് ഒഴിച്ച പാല് എന്നറിയാത്ത രീതിയിൽ അതങ്ങനെ ഒന്നായിട്ട് തീരും. അങ്ങനെ ഒന്നായിട്ട് തീരാൻ ഏതൊരു ഭക്തന് കഴിയുമോ ആ ഒരു അവസ്ഥയാണ് സായുജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 അവസ്ഥകളിൽ സായുജ്യമാണ് പരിപൂർണ അവസ്ഥ. അപ്പോൾ നമ്മൾ മഹാന്മാരായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, അവരൊക്കെ ഈ സായുജ്യ ഭാവം അനുഭവിച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ജീവിതം നേരിടേണ്ടതെന്ന് അതിലൂടെ നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ വളരെ ലളിതമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും. ആഴിയും തിരയും, ആഴി വലിയ സമുദ്രം, അതിൽ തിര. അപ്പോൾ ഈ ഓരോരോ തിരകളും അവസാനം എവിടെ പോകണം? ഒരു തിരയ്ക്ക് കുറച്ച് സമയമേ ഉള്ളൂ അതിൻ്റെ നിലനിൽപ്പ്. അത് കഴിഞ്ഞാൽ അത് ആ ഒരു സമുദ്രത്തിലേക്ക് അത് അലിഞ്ഞു ചേരുന്നു ആ തിരമാലകൾ. അപ്പോൾ ആ തിരമാലകൾ എങ്ങനെയാണോ സമുദ്രത്തിൽ അലിഞ്ഞു ചേരുന്നത് അതുപോലെ ആയിരിക്കണം ഈ നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. നമ്മളിലുള്ള ആ ഒരു ഭാവവും ഒരു തിരമാല പോലെ, പിന്നെ തിരമാലകൾ എങ്ങനെയാണോ ഒരു സമുദ്രത്തിൻ്റെ ഭാഗമാവുന്നത് അതുപോലെ ആയിരിക്കണം. ഇപ്പം നമ്മളും അതുപോലെയാണ്. നമ്മളും ഒരു തിരയാണ്. നമ്മൾ ആ അനന്തമായ ബോധശക്തിയുടെ, ഭഗവാൻ എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ നമ്മളെ നിലനിർത്തുന്ന ആ ഒരു അനന്ത ബോധശക്തിയാണ്. ആ അനന്ത ബോധശക്തിയിൽ നമ്മൾ എങ്ങനെയാണോ ഒരു ആ തിര അടങ്ങുന്നത് ആ ആഴിയിലാണ്, അതുപോലെ നമ്മളും ആ ഒരു ഭഗവാനിൽ അലിഞ്ഞു ചേരുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് സായുജ്യഭാവം എന്ന് പറയുക. പിന്നെ അഗാധമായിട്ടുള്ള ആ ഒരു ജലപ്പരപ്പ്. അപ്പോൾ ആ ജലപ്പരപ്പിൽ നമ്മൾ നോക്കുമ്പോൾ തിരമാലകൾ കാണാം. ആ തിരമാലകൾ ഒന്നായിട്ട് അതിലേക്ക് തന്നെ അലിഞ്ഞു ചേരുന്നത് കാണാം. ഇതുപോലെയാണ് ഓരോ ജീവജാലങ്ങളും അവസാനം ലയിച്ചു ചേരുന്ന അനന്ത ബോധശക്തിയായിട്ടുള്ള ആ ഭഗവാനിലേക്ക് തന്നെയാണ്. ഇനി നമ്മൾ ഏതെടുത്താലും അപ്പോൾ നമ്മൾ സമുദ്ര തീരത്ത് പോകുമ്പോൾ ഒരു സമുദ്രത്തിൽ എങ്ങനെയാണോ ഒരു ബീച്ച് സൈഡിൽ നിൽക്കുന്ന ഒരാൾ തിരമാലകളെയാണ് നമ്മൾ ശ്രദ്ധിക്കുക കൂടുതലും. പക്ഷേ അപ്പോൾ ആ തിരമാലകളെല്ലാം അതിലിങ്ങനെ ലയിച്ച് ചേരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കരയിലുള്ള ഭംഗിയും നമുക്ക് ആസ്വദിക്കാം. കരയിൽ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, പർവ്വതങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്. ഈ ജീവജാലങ്ങളും എല്ലാം തന്നെ അതിനും ഒരു പ്രത്യേക സമയം മാത്രം വരെ ഈ കരയിലും അതിൻ്റെ നിലനിൽപ്പുള്ളൂ. അത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതും ഇതുപോലെ അവസാനം അത് നശിച്ചു പോകുമ്പോൾ അത് പ്രകൃതിയുമായിട്ട് അലിഞ്ഞു ചേരും. അപ്പോൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇതെല്ലാം ഒരു ചക്രമാണെന്ന് പറയും. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയ ദീഹയ എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. അതായത് ഒരു ചക്രമാണ്. അപ്പോൾ ഈ ചക്രം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ജലചക്രം,
വെള്ളം കടലിലെ വെള്ളം ആവിയായി, അത് മേഘങ്ങളായി, അത് മഴയായി വരുന്നത് പോലെ വീണ്ടും അത് മണ്ണിൽ വന്ന് പിന്നെ വീണ്ടും അത് വീണ്ടും ആവിയായി പോവും. അപ്പോൾ ഇതൊരു ചക്രമാണ്. ഇതുപോലെയാണ് നമ്മുടെ എല്ലാം ജീവിതവും ഒരു ചക്രമാണ്. അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണ് ചക്രം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ എൻ്റെ കാലം കഴിയുമ്പോൾ ഞാൻ ഈ ലോകത്തുനിന്ന് പോകും. അങ്ങനെയല്ല, ലോകത്തുനിന്ന് നമ്മൾ പോകുന്നില്ല എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. ഇതൊരു എനർജിയാണ്. നമ്മുടെ ഒരു ആത്മാവ് എന്ന് പറയുന്നതും ഒരു എനർജിയാണ്. ആ എനർജിക്ക് ഒരിക്കലും നാശമില്ല. അത് വേറൊരു രൂപമെടുത്ത് വീണ്ടും ഈ ഭൂമിയിൽ ഉണ്ടാവും. അത് ഏതെങ്കിലും ജീവജാലങ്ങളായിട്ട്, അത് നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചിരിക്കും. നമ്മളിപ്പോൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് അടുത്ത ഒരു രൂപം അല്ലെങ്കിൽ ഒരു ജന്മം ലഭിക്കുന്നത് എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. അപ്പോൾ പറയുന്നത് ഭഗവാന്റെ എങ്ങനെയാണോ ഈ തിര ആ ആഴിയിൽ അലിഞ്ഞു ചേരുന്നത്, അതുപോലെ ഭഗവാന്റെ മായയാണ് നമ്മൾ ഈ പ്രപഞ്ചമായിട്ട് കാണുന്നത്. അപ്പോൾ ഈ മായയും നിൻ മഹിമയും, ഭഗവാന്റെ മഹിമയും ഉള്ളിലാകണം. എൻ്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ചുള്ളൊരു അറിവുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലും ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഒരു ശക്തിയെക്കുറിച്ചുള്ള ഒരറിവ് ഉണ്ടാവണം. നീയും എന്നുള്ളിലാകണം. അതുപോലെ ഞാനും ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് ഞാനും എങ്ങനെയാണോ തിരമാലകൾ അലിഞ്ഞു ചേരുന്നത്, അതുപോലെ നമ്മളും ഈ ഒരു പ്രപഞ്ച സത്യവുമായിട്ട് അലിഞ്ഞു ചേരാൻ നമുക്ക് കഴിയണം. പിന്നെ എല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ വൈവിധ്യ ഭാവങ്ങളാണ് തിരയും തിരമാലകളുമായിട്ട് കാണുന്നത്. ഈ കരയിലെ വിവിധ ജീവജാലങ്ങളായിട്ടും പിന്നെ എന്താ പറയുക, പ്രപഞ്ചമായിട്ടും ഒക്കെ കാണുന്നത് ഈ ഭഗവാന്റെ ഭാവങ്ങളാണ്. പിന്നെ ഈ ആഴിയിൽ നിന്ന് പിന്നെ തിരമാലയുണ്ടായി, ആ തിരമാല വീണ്ടും അലിഞ്ഞു ചേരുന്നത് പോലെ നമ്മളും ഈ ലോകത്ത് പിന്നെ ഭഗവാനിൽ നിന്ന് വന്ന് അവിടെ കുറേ കാലം നിലനിന്ന് അവസാനം നമ്മളെ ഒരു ജീവിതം അവസാനിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഈ പഞ്ചഭൂതങ്ങളിലേക്ക് നമ്മൾ ലയിക്കും. അതാണ് ഒരു സത്യം. ആ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കുമ്പോൾ പിന്നെ ഈ ജീവിതം നമ്മൾ ആ ഒരു ഭഗവാനിൽ അർപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് മാറും അല്ലേ ജീവിതം. അപ്പോൾ ഇതൊക്കെ എന്തിനു പഠിക്കുന്നു എന്നൊരു ചോദ്യം ഇപ്പോൾ യുവജനങ്ങൾക്കും മനസ്സിൽ തോന്നാം. ഇതൊക്കെ എന്തിനു വായിക്കുന്നു എന്ന്. അപ്പോൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ജീവിതത്തെ നേരിടാൻ നമ്മളെ പ്രാപ്തരാവും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ശരീരബോധത്തിൽ അഹങ്കരിച്ചുകൊണ്ട് എൻ്റെ ഈ ശരീരം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, ഞാനാണ് ശക്തി എന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ നമുക്ക് അല്ല ശക്തിയുള്ളത്. നമ്മളെ നിലനിർത്തുന്ന ഒരു വലിയ പ്രപഞ്ച ശക്തിയുണ്ട്. അതിന് അനന്തബോധ ശക്തി എന്ന് പറയും. ആ അനന്തബോധ ശക്തിക്കാണ് നമ്മുടെ ഉള്ളിൽ ഓരോ പ്രാണികളിലും ഓരോ ജീവജാലങ്ങളിലും ഈ പ്രപഞ്ചത്തെ മുഴുവനും നിലനിർത്തുന്ന ആ ഒരു അനന്തബോധ ശക്തിയുണ്ട്. അതൊരു അറിവാണെന്ന് പറയും. ആ ഇൻ്റലിജൻസ് ആണെന്ന് പറയും. ആ ഇൻ്റലിജൻസാണ് യഥാർത്ഥത്തിൽ എല്ലാത്തിനെയും നിലനിർത്തുന്നത്. അപ്പോൾ ആ ഇൻ്റലിജൻസാണ് ഈശ്വരൻ, അതാണ് ഭഗവാൻ, അതാണ് ആത്മാവ്. അതിനെന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ശിവനെന്നോ കൃഷ്ണനെന്നോ ദേവിയെന്നോ ഹനുമാനെന്നോ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ആ ഒരു ശക്തിയെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാം. അതാണ് പറയുന്നത്. പിന്നെ ഈ കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. അപ്പോൾ എല്ലാം ഉള്ളിലാണ്. പക്ഷെ നമ്മളെല്ലാം അന്വേഷിക്കുന്നത് പുറത്താണ്. നമ്മളിങ്ങനെ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും പോകുന്നു. തീർത്ഥയാത്രകളൊക്കെ പോകും. തീർത്ഥ സ്ഥലങ്ങളൊക്കെ നല്ലതാണ്. കാരണം അവിടെ ഒരുപാട് യോഗി വര്യന്മാരുടെ ആ കാൽപ്പാടുകൾ പതിഞ്ഞ സ്ഥലമായതുകൊണ്ട് അവിടെ
ഊർജ്ജശക്തി കൂടുതലുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഭഗവത് ചൈതന്യത്തെ അറിയാൻ അത് സഹായിക്കും. അതുകൊണ്ട് തീർത്ഥയാത്രകളും എല്ലാം നല്ലതാണ്. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു അറിവുണ്ടായിരിക്കണം. ആ അറിവ് എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ തന്നെയും ആണ് ഭഗവാൻ, അല്ലെങ്കിൽ ഓരോ രൂപങ്ങളിലും നമ്മൾ കാണുന്ന ഓരോ പ്രാണികളുടെ അകത്തും ഭഗവത് ചൈതന്യമുണ്ട് എന്നും അതിനെ നിലനിർത്തുന്നത് ഒരു അനന്ത ബോധശക്തിയാണ്, അതാണ് ഈശ്വരൻ. ഇതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. മായയും നിൻ മഹിമയും. ഭഗവാന്റെ മായയാണ് ഈ ലോകം, നമ്മളത് അറിയുന്നില്ല. അത് അറിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നിൻ മഹിമ, ഭഗവാന്റെ മഹിമ, നീയും ഭഗവാനും ഭഗവാന്റെ മായയായിട്ടുള്ള ഈ പ്രപഞ്ചവും ഭഗവാന്റെ മഹിമയും എല്ലാം എന്നുള്ളിലാകണം. ആ ഒരു സായുജ്യഭാവമാണ്. ഭഗവാനും ഭക്തനും രണ്ടല്ല ഒന്നാണെന്നുള്ള ആ സായുജ്യഭാവം ഞങ്ങൾക്ക് അരുളിയാലും. അതാണ് ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം എന്ന് പറയുന്ന ഈ ഒരു 4ാമത്തെ പദ്യമാണ്. ഒരു പദ്യം തന്നെ നമുക്ക് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഡിസ്കസ് ചെയ്യാൻ അത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടില്ല. കാരണം ഒരു ദശകം എന്ന് പറയുന്ന ദശകത്തിലെ 10 പദ്യങ്ങളിൽ ഓരോ പദ്യവും 1 മണിക്കൂർ സംസാരിക്കാനുണ്ട്. അത്രയും ഡെപ്തിലാണ് ഗുരുദേവൻ നമുക്ക് ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മഹിമ മനസ്സിലാക്കുക, ഗുരുദേവനെ സ്മരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആഘോഷങ്ങളിലൊന്നും ഒരു കാര്യവും ഇല്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ഈ ഒരു ഭാഗം നാരായണ ഗുരുദേവന് സമർപ്പിക്കുന്നു, ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.